നമസ്കാരം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അസാധാരണമായ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. പദ്ധതിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയും ഇല്ലാതെ പോയതുകൊണ്ട് അതിന് തുടക്കമിട്ടില്ല. അദാനി പേടിയിൽ കോൺഗ്രസ് നേതൃത്വം മാറി നിന്നപ്പോൾ സോണിയാഗാന്ധിയോട് പിണങ്ങിയാണ് അല്ലെങ്കിൽ ധിഖരിച്ചാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഭരണം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ അധികാരത്തിലെത്തി. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ പിണറായി എടുത്ത നീക്കങ്ങളുടെ ഭാഗമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന തരത്തിൽ ഉമ്മൻചാണ്ടി റദ്ദു ചെയ്തുകൊണ്ടാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയതും അവകാശവാദങ്ങൾ നടത്തിയതും. പക്ഷേ 10 വർഷം കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ പേരിൽ മാത്രം കുറഞ്ഞത് 10,000 കോടി രൂപ പിണറായി വിജയനെ നാടിന് നഷ്ടപ്പെടുത്തി എന്നതാണ് വാസ്തവം. 2016 ഉമ്മൻചാണ്ടി തിരിച്ചു വന്നിരുന്നെങ്കിൽ കേരളം മറ്റൊരു ലെവലിൽ എത്തുമായിരുന്നു. ഇന്നലെ വി.ഡി. സതീശന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിന്റെ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിന്റെ കിട്ടുന്നതിന്റെ നേട്ടം. വൈകിപ്പോയി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അവർ വർക്ക്. നമ്മൾ തുടങ്ങണം. ഞങ്ങൾ വന്നതിന് ശേഷം 100 ദിവസം ആയിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. വിഴിഞ്ഞം പദ്ധതി തുടങ്ങി ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പിണറായി 10 വർഷം ഭരിച്ചിട്ടും അവിടേക്കുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. റെയിൽവേ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ആലോചിച്ച് നോക്കൂ. വിഴിഞ്ഞം പദ്ധതിക്ക് പണ്ടേ വിഭാവന ചെയ്തു. ആ പദ്ധതി തുടങ്ങി, അതിന് നിർമ്മാണം മുമ്പോട്ട് പോകുന്നു. ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ഇതിന് പരിസര പ്രദേശത്തുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഭൂമി ഏറ്റെടുത്ത് ആ ഭൂമിയിൽ വികസന പദ്ധതികൾ കൊണ്ടുവരണം. കണക്റ്റിംഗ് റോഡുകൾ വേണം, കണക്റ്റിംഗ് റെയിൽവേ ട്രാക്കുകൾ വേണം. അവിടെ ട്രെയിൻ ഇല്ല. അവിടുന്ന് ബാലരാമപുരത്തേക്ക് ട്രെയിൻ കണക്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് 10 വർഷമായിട്ട് കഴിഞ്ഞില്ല? വളരെ നിസ്സാരമായ ചോദ്യമാണ്. വിഴിഞ്ഞം പദ്ധതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ അനുബന്ധ വികസന പദ്ധതികൾ ചെയ്തില്ല എന്നതാണ്. വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്? 10 വർഷം മുമ്പ് ഭൂമി ഏറ്റെടുത്തിരുന്നെങ്കിൽ 1,600 കോടി രൂപ ആവേണ്ടത് ഇപ്പോൾ 3,200 കോടിയാകുമെന്ന്. അതായത് ആ ഭൂമി ഏറ്റെടുക്കൽ വൈകിയതുകൊണ്ട് മാത്രം 1,600 കോടി രൂപയാണ് നഷ്ടം. ഇനി ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 3-4 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ 5-6 വർഷം വിഴിഞ്ഞം ഒരു 100 കോടിയുടെ പദ്ധതിയായി മാറുമായിരുന്നു. എന്തായാലും വിഴിഞ്ഞം പദ്ധതി മുമ്പോട്ട് പോവുകയാണ്. ആ പദ്ധതിയുടെ അനുബന്ധമായി ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് വി.ഡി. സതീശൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നത് അധിക നാളായില്ല. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ബജറ്റിന് വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുന്നു. ബജറ്റിന് വേണ്ടി അദ്ദേഹം ബാക്കി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. അപ്പോഴാണ് കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിപ്പിച്ചതനുസരിച്ച് എത്തുന്നത്. ഈ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. ആരെയും കാണാതെ ബജറ്റിന്റെ പണിപ്പുരയിലാണെങ്കിലും കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഒരു കാര്യം മാത്രം പറഞ്ഞു: ട്രാൻസ്ഷിപ്മെന്റ് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം. ഇങ്ങോട്ട് കൊണ്ടുവന്ന് സാധനങ്ങൾ എത്തിച്ച് ഇവിടെ നിന്ന് പല ചെറുകപ്പലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിന്ന് സാധനം നേരിട്ട് കയറ്റി അയക്കണം. അങ്ങനെ കയറ്റി അയച്ചാൽ മാത്രമേ വിഴിഞ്ഞം പദ്ധതിക്ക് ഗുണമുണ്ടാവൂ. അങ്ങനെ ഗുണമുണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ്. കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവരത്തുള്ളൂ, ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതായത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് എത്തണം. അത് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതില്ലാതെ ഒരിക്കലും ഈ വിഴിഞ്ഞം പദ്ധതി മുമ്പോട്ട് പോവില്ല. അദ്ദേഹം വളരെ ഗൗരവത്തോടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ICD, അത് ഇന്റർ കണക്ടിവിറ്റി ഡിപ്പോ, അത് തൂത്തുക്കുടിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, ചെന്നൈയിലുണ്ട്, കോട്ടയത്ത് ചെറുതായിട്ട് ഒരെണ്ണമുണ്ട്, ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇവിടെ ഇങ്ങനെ ഈ പദ്ധതി വന്നാൽ ഫ്രൈ സ്റ്റേഷൻ ഉണ്ടായില്ലെങ്കിൽ ICDക്ക് കച്ചവടം പോകും, തൂത്തുക്കുടി കച്ചവടം മുഴുവൻ കൊണ്ടുപോകും. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ്. കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻ ഉണ്ടാക്കാൻ KSI, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്, നേരത്തെ മുതൽ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു.
കഴിഞ്ഞ കുറേ കാലമായി പലരും പറയുന്നതാണ്, വിഴിഞ്ഞം MD അടക്കമുള്ളവർ നിർദ്ദേശിക്കുന്നതാണ്, കഴിഞ്ഞ സർക്കാരിന്റെ പലതവണ പറഞ്ഞതാണ്, KSI ഇതിന് സ്ഥലവും കണ്ടെത്തി ബാലരാമപുരത്ത്. പക്ഷെ പണമില്ല. ഈ പണമില്ലാത്തത് കൊണ്ട് അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് പദ്ധതിയുമായി മുമ്പോട്ട് പോയാലും വിഴിഞ്ഞം പദ്ധതിക്ക് ഗുണമുണ്ടാവണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് ഡോക്ടർ ടിജു പറയുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. അടിയന്തരമായി അതിന്റെ വിശദാംശങ്ങൾ തേടുന്നു. KSI ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിറങ്ങി ബജറ്റിൽ പണം ഉൾക്കൊള്ളിക്കുന്നു. ഇപ്പോൾ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അതായത് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഈ പുതിയ എക്സിം വിജയകരമാകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത്, അതിനെക്കുറിച്ച് ആലോചന ആർക്കും ഉണ്ടായിരുന്നില്ല, അത് ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ തീരുമാനമെടുത്തു. ഇതാണ് VD സതീശൻ. ഒരു കാര്യം നടന്നാലേ അതിന് ഗുണമുണ്ടാവുമെങ്കിൽ അപ്പോൾ തീരുമാനമെടുക്കും, അപ്പോൾ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കും, അതിനുവേണ്ട ഉത്തരവിറങ്ങി. ബാലരാമപുരത്ത് അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാണ്. 1-2 മാസം കൊണ്ട് കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻ അവിടെ പൂർത്തിയാകും. ഇതുണ്ടെങ്കിൽ മാത്രമേ വിഴിഞ്ഞം പദ്ധതി ഉപയോഗിക്കാൻ കഴിയൂ. ഇപ്പോഴും ഒരു റോഡ് മാത്രമാണ് നിർമ്മാണം പൂർത്തിയായത്. റെയിൽവേ ലിങ്ക് പൂർത്തിയായിട്ടില്ല. അടിയന്തരമായി റെയിൽവേ നിർമ്മാണം ഉണ്ടാക്കുക, റോഡ് പണി പൂർത്തിയാക്കുക, റിംഗ് റോഡുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത് ചെയ്തില്ല? തുറമുഖം ഉണ്ടാകുമ്പോൾ ഇത് വേണമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ പാഴ് വിജയൻ ഉണ്ടായിരുന്നില്ല. അതാണ് VD സതീശൻ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നത്. VD സതീശൻ വേറെ ലെവലാണ്. ഇടപെടുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അസാധാരണ വിഷനാണ്, ഉടനടി തീരുമാനമാണ്, ആരുടെ അഭിപ്രായങ്ങളും കേൾക്കും, അത് ഗുണകരമാവുമെങ്കിൽ നടപ്പിലാക്കും. ഇന്നലെ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ മനോഹരമായി വിശേഷിപ്പിച്ചു എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെന്റിലുള്ള ഗവൺമെന്റിന്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും, അത് വേഗത്തിലുണ്ടാവും. കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് തീർക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഒരു വളരെ നന്നായി സ്റ്റഡി ചെയ്തൊരു പ്രസൻറ്റേഷൻ അവർ നടത്തി വ്യവസായ വകുപ്പ്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ ഏജൻസികളായ കിൻഫ്രയോടും ഇൻകലിനോടും പരമാവധി സ്ഥലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക, ലാൻഡ് അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിംഗ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഒളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ലോജിസ്റ്റിക് പാർക്ക്, വെയർഹൗസ് സ്പേസ്, കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻ, ഫ്രീ ഇൻഡസ്ട്രിയൽ സോൺ, ഫിഷ് പ്രോസസ്സിംഗ് സോൺ തുടങ്ങി ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി അടിസ്ഥാന സൗകര്യ വികസനം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് ഇതിൽ പ്രസംഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കുക, അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 100ഓളം സംരംഭകരാണ് ഭൂമി ചോദിച്ചിരിക്കുന്നത് സർക്കാർ പറയുന്നു. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവാതെ വിഴിഞ്ഞം പദ്ധതിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിനുള്ള അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഇവിടെ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ, മിഷൻ സമുദ്രയുടെ ഭാഗമായി കൊച്ചിയിൽ ക്രൂയിസ് ഷിപ്പ് സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ കൊച്ചിൻ പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യമായ സ്ഥലം തരാം. കൊച്ചിൻ പോർട്ടിൽ ഒരു ക്രൂയിസ് ടെർമിനൽ ആരംഭിക്കുക, അതുകൂടി മിഷൻ സമുദ്രയുടെ ഭാഗമാണ്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രാ കപ്പലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ 44 നദികളുമായും നമ്മുടെ ലേക്കുകളുമായും നമ്മുടെ ബാക്ക് വാട്ടറുമായിട്ടും കണക്ട് ചെയ്ത് വലിയ ടൂറിസം പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ടാകും. റിവർ ക്രൂയിസ് ഉണ്ടാവും കേരളത്തിൽ. ഇതാണ് നമ്മുടെ സ്വപ്നം. നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും യാത്രാ കപ്പലുകൾ ഉണ്ടാവും. തിരുവനന്തപുരം കാസർഗോഡ് ഗതാഗത റൂട്ട് ആരംഭിക്കും കടലിലൂടെ. കേരളത്തിലെ തുറമുഖങ്ങൾ മുഴുവൻ വികസിപ്പിച്ച് അവിടെ നിന്നൊക്കെ ചെറു കപ്പലുകളിൽ ഈ വിഴിഞ്ഞത്തേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം കൊണ്ടുവരും. അങ്ങനെ കേരളത്തെ അടിമുടി ഒരു തുറമുഖ ടൗണാക്കി സിംഗപ്പൂരിനെ പോലെ മാറ്റാനാണ് പദ്ധതി. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായും അത് നടപ്പിലാക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും
18 മിനി തുറമുഖങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ തന്നെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം, പോർട്ട് സിറ്റിയാക്കി മാറ്റണമെന്നതാണ്. അതിനാണ് മിഷൻ സമുദ്ര ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം കൂടിയായി, അതിനുള്ള വേദിയായി കൂടി ഈ സ്റ്റേജ് മാറുകയാണ്. കേരളം ഇതുവരെ അന്വേഷിച്ചു പോകാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ഒരു പോസിബിലിറ്റി. നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താ? ഏറ്റവും പ്രധാനം 600 കിലോമീറ്ററുള്ള ഈ കടലാണ്. ഈ കടലും ഈ 18 മിനി തുറമുഖങ്ങളും ഈ 2 സുപ്രധാനമായ തുറമുഖങ്ങളും കണ്ടെയ്നർ സ്റ്റേഷനുമാണ്. ഈ തുറമുഖങ്ങളെ മുഴുവൻ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഈ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നിലമേൽ എക്സ്പോർട്സ് എന്ന പേരിൽ ഒരു കമ്പനിയുടെ ഒരു വലിയ കപ്പലാണ് സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയച്ചത്. സുരേഷ് മാത്യു എന്നാണ് ഇതിൻ്റെ ഉടമയുടെ പേര്. അദ്ദേഹം പറയുന്നു, ഇതിനു മുമ്പ് ഏതാണ്ട് 60 ദിവസം എടുക്കുമായിരുന്നു, ഇതിപ്പോൾ 28 ദിവസം കൊണ്ട് ചെല്ലും. ഇവിടുന്ന് ട്രെയിലറിൽ വേണം സാധനങ്ങൾ കൊച്ചിയിലെത്തിക്കാൻ. 40,000 രൂപ ട്രെയിലർ വാടക മാത്രമാവും. അവിടെ കൊണ്ട് പല ദിവസം സൂക്ഷിക്കണം. അവിടുന്ന് ഇത് ദുബായിലോ കൊളംബോയിലോ സിംഗപ്പൂരിലോ എത്തിക്കും. അവിടെ 8-10 ദിവസം പോകും. അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയായി കൊണ്ടുപോകും. സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് സുരേഷ് മാത്യു പറഞ്ഞു. ഇതാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം. ആഴ്ച 2 ദിവസം വീതം യൂറോപ്പിലേക്ക് പോവുകയാണ്. ഇനി വേണ്ട കുറേ സൗകര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊക്കെ സൂക്ഷിക്കണം. എല്ലാ ഫ്രീസിംഗ് സൗകര്യം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാക്കാൻ സതീശൻ അതിവേഗതയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിലെ മറ്റ് പദ്ധതികൾക്കെല്ലാം അദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകും. പിണറായി വിജയൻ 10 വർഷം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ തീർത്തു പറയാം. ഇക്കാര്യത്തിലും വെറുതെ തള്ളും അവകാശവാദങ്ങൾ, വിഷനില്ല. വി ഡി സതീശന് വിഷയം കണ്ടെത്തിയാൽ അത് അപ്പോൾ പരിഹരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി വരാൻ പോകുന്നത് വി ഡി സതീശൻ യുഗമാണ്. CPM എത്ര നുണ പറഞ്ഞാലും ഏക്കില്ല. കാരണം കൃത്യമായ വിഷനോടുകൂടി ഈ നാട്ടിൽ പല പദ്ധതിയും അദ്ദേഹം കൊണ്ടുവന്നു. വി ഡി സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തികമാണ്. ഇത്തരം നടപടിക്രമങ്ങളിലൂടെ ഇവിടേക്ക് പണം എത്തിച്ചാൽ സ്വാഭാവികമായും വലിയ ആത്മവിശ്വാസം സതീശന് മേൽ ജനങ്ങൾക്കുണ്ടാവും. 5 അല്ല, ഇനി 15 or 20 വർഷം വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയെ തുടർന്നാലും അതിശയിക്കേണ്ടതില്ല. വെറും PR സ്റ്റണ്ട് അല്ല, അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അതാണ് ആത്മവിശ്വാസത്തോടെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിലും അത് തുറന്നു പറഞ്ഞത്. നമ്മളിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്യാൻ പോകുക ഗവൺമെൻറ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചുമതലകളുണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നതൊരു വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാതെ വെച്ച് ഇപ്പോൾ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോക്കോൾ തന്നെ ഗവൺമെൻറ് തയ്യാറാക്കുകയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം പരമാവധി. മാത്രമല്ല, ഇതൊരു ഗേറ്റ് വേ ആണ്, ഇൻ്റർനാഷണൽ റൂട്ടിലാണ്. ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി.